അപ്പോൾ ഈ മെട്രിക്സിൻ്റെ ഇൻവേഴ്സാണ് നമുക്ക് കാണേണ്ടത്. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫസ്റ്റ് നമ്മൾ ഈ 2-നെ 1 ആക്കി മാറ്റുകയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ അതിന് ചെയ്യേണ്ടത് ഫസ്റ്റ് റോയിലല്ലേ ഉള്ളത്. ഫസ്റ്റ് റോന് 2-നെ 1 ആക്കാൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി മൊത്തം. അതിന് പകരം 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, R1/2 എന്ന് എഴുതിയാൽ മതി. അപ്പോൾ ഈ റോന് 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതുപോലെ ഈ ഫസ്റ്റ് റോന് ഇപ്പോൾ ഞാൻ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരും. ബാക്കിയൊന്നും മാറ്റമില്ല. ഫസ്റ്റ് റോയിൽ ഇവിടെ 1 ആയി മാറും, അതാണ് നമ്മുടെ ആവശ്യം. ഇവിടെ -3/2 ആവും, ഇവിടെ 3/2 ആവും, ഇവിടെ 1/2 ആവും, 0 0. വേറെ ഒന്നും മാറ്റമില്ല. ഇനി അടുത്ത സ്റ്റെപ്പിൽ ചെയ്യേണ്ടത് ഈ രണ്ട് പൊസിഷനിലുള്ളവരെ 0 ആക്കി മാറ്റുക എന്നുള്ളതാണ്. ഓക്കെ, അതായത് ഈ 2-നെ 0 ആക്കണം, 3-നെ 0 ആക്കണം. അപ്പോൾ അവിടെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല, ഈ 1 ഉപയോഗിച്ച് 0 ആക്കണം. ഓക്കെ, അപ്പോൾ R2-നെ മാറ്റേണ്ടത് 2-ൽ നിന്ന് 2 × 1 കുറച്ച് കഴിഞ്ഞാൽ അല്ലേ, അപ്പോൾ R2 - 2R1. R2 ചേഞ്ചസ് ടു സെക്കൻഡ് റോ ഇങ്ങനെ മാറ്റണം. തേർഡ് റോ 3-നെ 0 ആക്കണമെങ്കിൽ 3 × R1 കുറയ്ക്കണം. അപ്പോൾ R3 ചേഞ്ചസ് ടു R3 - 3R1. ഇവിടെ ശ്രദ്ധിച്ച് ചെയ്യാൻ വേണം, ഫ്രാക്ഷനൊക്കെ വരുന്നതുകൊണ്ട് മിസ്റ്റേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഓപ്പറേഷൻസൊക്കെ ഇത് ഇവിടെ പിന്നെയും കുഴപ്പമില്ല. ഓക്കെ, എന്തായാലും നോക്കിയാൽ R2 - 2R1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 2 0 ആയി പോകും. ഫസ്റ്റ് റോയിൽ മാറ്റമില്ല, സെക്കൻഡ് റോയും തേർഡ് റോയും മാത്രമേ മാറുള്ളൂ. ഫസ്റ്റ് റോ അതുപോലെ എഴുതി കൊടുക്കുക രണ്ടിടത്ത്. ഇനി R2-ൽ നിന്ന് 2R1 കുറയ്ക്കുക. 2-ൽ നിന്ന് 2 × -3/2 ആണ് കുറയ്ക്കുന്നത്. എഴുതി തന്നെ ചെയ്യാം. 2 × -3/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ടൈംസ് അല്ലേ, അപ്പോൾ 2 × 2 കട്ടായി പോയി -3 മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ 2 - 3 2 - -3 ആയി വരിക, അപ്പോൾ +3 ആയി മാറും. ഓക്കെ, അപ്പം ഇതാണ് 2 - 2 × -3/2. അപ്പോൾ മൈനസും പ്ലസ് ആയി മാറി, 2 × 2 കട്ടായി പോയി 3 ആയി, 2 + 3 5 ആയിട്ട് മാറും. ഓക്കെ, ഓപ്പറേഷൻസ് എല്ലാം ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. അടുത്തത് 3-ൽ നിന്നും അതുപോലെ 2 × R1 കുറയ്ക്കണം. അപ്പോൾ 3 - 2 × 3/2. 2 കട്ടായി പോയി 3 - 3 0. അപ്പോൾ ഇവിടെ എന്ത് വരും, അപ്പോസിഷൻ 0 ആവും. അതുപോലെ അടുത്തത് R3 - 3R1 അല്ലേ, R3 ചേഞ്ച്. അപ്പോൾ ഇതെന്തായാലും 0 ആയി പോകും, അതാണ് നമ്മുടെ ആവശ്യം. അതുപോലെ ഇതും ചെയ്യാം. അത് രണ്ടും ഞാനിവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് ചെക്ക് ചെയ്താൽ മാത്രം മതി. ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. അതേ കാര്യം ഇവിടെ ചെയ്യണം. ഓക്കെ, അതിലെന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. അപ്പോൾ ഈ സ്റ്റെപ്പിൽ മെട്രിക്സുകൾ ഇങ്ങനെ ചേഞ്ച് ആവും. അടുത്ത സ്റ്റെപ്പിൽ എനിക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത് ഇത് ഇങ്ങനെയാണ്. ഇത് രണ്ടും 0 ആക്കി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ 1 ആക്കുകയാണ് മാറ്റുന്നത്. 5-നെ 1 ആക്കാനുള്ള വഴി അവിടെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യാം. 5-നെ 1 ആക്കാൻ വേണ്ടിയിട്ട് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ R2-നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നവർ 1/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും മതി. അപ്പോൾ ഇവിടെ മാത്രം 1 ആയിപ്പോൾ, ബാക്കിയൊന്നും മാറ്റില്ല. സെക്കൻഡ് റോ മാത്രം ഇവിടെ 1 ആവും, ബാക്കി 0 ആയതുകൊണ്ട് മാറ്റില്ല. ഇവിടെ എല്ലാം 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. -1-ഉം 1-നെയും -1 1 വരുന്നു. അപ്പോൾ എന്താവും, -1/5 1/5 ആയി മാറും. ബാക്കിയൊന്നും മാറ്റില്ല. ഇനി അടുത്തത് ചേഞ്ച് ചെയ്യേണ്ടത് ഇവർ രണ്ടുപേരും 0 ആക്കണം. അപ്പോൾ R1-നെ ഇവിടെ -3/2-നെ 0 ആക്കാൻ +3/2 കൊടുക്കണം. അതായത് ഈ 1 ഉപയോഗിച്ച് വേണം 0 ആക്കാൻ. 3/2 × 1 കിട്ടിക്കഴിഞ്ഞാൽ 0 ആയിക്കോളും. അപ്പോൾ R1 + 3/2 × R2. ഓക്കെ, അപ്പോൾ ഇതാണ് ചെയ്യുന്നത്. ഇതും അതെ ഫ്രാക്ഷൻ്റെ ഓപ്പറേഷനാണ്, ശ്രദ്ധിച്ച് ചെയ്യണം, എന്നാൽ തന്നെ കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ 0 ആയി പോകും. അതിനനുസരിച്ച് ഇവിടെ ഉണ്ടാവുന്ന ചേഞ്ച് പറഞ്ഞു കഴിഞ്ഞാൽ 3/2-ൻ്റെ കൂടെ 0 അല്ല ആഡ് ചെയ്യേണ്ടത്. R1 ചേഞ്ചസ് 3/2 × R2 പറഞ്ഞാൽ ഇവിടെ 0 അല്ലേ, അപ്പോൾ 0 തന്നെ ആഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഒന്നും ചേഞ്ച് ഉണ്ടാവില്ല. 3/2 - 5/2 ചേഞ്ച് ഉണ്ടാവില്ല, ഇവിടെ 0 ആയി പോകും. ഇവിടുത്തെ അതിനനുസരിച്ച് ശ്രദ്ധിച്ച് ചെയ്യാം. ഞാൻ ഇവിടെ ഓപ്പറേഷൻസ് എങ്ങനെയാണെന്നുള്ളത് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ വരിക ഈ 4 എണ്ണം -1/5 വന്നത്, 1/5 വന്നത്, അല്ല സോറി 1/5 വന്നതും 3/10 വന്നതും എങ്ങനെയെന്നുള്ളത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അതുപോലെ -1 വന്നതും -1/2 വന്നതും എങ്ങനെയെന്നുള്ളത് ഇതിലും കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ബാക്കിയൊന്നും ചേഞ്ച് ഇല്ല. ഇനി എനിക്ക് കിട്ടിയത് ഈ രൂപത്തിലാണ്. അടുത്ത നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ 1 ആക്കുക എന്നുള്ളതാണ്. അവിടെ 1 ആക്കാനുള്ളത് ഇതിനാദ്യം മൈനസ് ഉണ്ട്. മൈനസ് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നതിൽ മൈനസ് വേണം. അപ്പോൾ ഇനി 5/2-നെ 1 ആക്കാൻ അതിന് നേരെ റെസിപ്രോക്കൽ 2/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താണ്. അപ്പോൾ R3 ചേഞ്ചസ് ടു R3 × 2/5 പോരാ -2/5.
അപ്പോൾ മൈനസ് ഉള്ളത് പ്ലസ്സും ആവും, 5/2 ഉള്ളത് 2/5 1 ആയിക്കോളും. അപ്പോൾ അത് 1 ആയി പോകും. അതുപോലെ ഇവിടെ അതെ, തേർഡ് റോനെ മൊത്തം -2/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെയൊക്കെ -2/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ രൂപത്തിൽ വരും. ഫ്രാക്ഷൻ്റെ മൾട്ടിപ്ലിക്കേഷനാണ്, ശ്രദ്ധിച്ച് ചെയ്യാനാണ്. ഈ ലാസ്റ്റ് ഇവിടെ ഒരു 0 കൂടെ കൊണ്ടുവന്നാൽ മതി. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ഈ രൂപത്തിലാണ്. അപ്പോൾ ഇതിനെ 0 ആക്കാനുള്ള വഴിയാണ് ആലോചിക്കുന്നത്. ഇതിനെ 0 ആക്കണമെങ്കിൽ 3/2 ടൈംസ് R3 കുറച്ചാൽ മതി. ഇവിടെ 1 ഉണ്ടല്ലോ, അപ്പോൾ 1നെ 3/2 ആക്കാൻ 3/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് അത് കുറച്ചാൽ മതി. അപ്പോൾ R3 ചേഞ്ചസ് ടു R1, ഇവിടെ ഇല്ലേ 3/2 ഉള്ളൂ, R1 ചേഞ്ചസ് ടു R1 മൈനസ് 3/2 ടൈംസ് R3. അതുകൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഐഡൻറ്റിറ്റി മാട്രിക്സ് കിട്ടും. ഓക്കെ, റൈറ്റ് സൈഡിൽ മാറ്റം വരിക, ഇവർ 3 പേർക്കും മാറ്റം വരും. ഇത് 3 ഞാൻ ഓപ്പറേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഫൈനൽ ആൻസർ ഇങ്ങനെയാണ് കിട്ടിയത്. ശരിയാണെന്ന് കരുതുന്നു. ഇൻവേഴ്സ് കണ്ടുപിടിക്കുമ്പോൾ ശരിയാവണമെങ്കിൽ കുറേ ഭാഗ്യം കൂടെ വേണം.